സാൽവിനിയ മൊളസ്റ്റ, പച്ച മലയാളത്തിൽ ചണ്ടി. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലുള്ള പാടവും അതിന് മുഴുവനായിട്ടുള്ള സാൽവിനിയ മൊളസ്റ്റയുമാണ്. ഈ സാൽവിനിയ മൊളസ്റ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലായിണ്ടാവില്ലേ? നമ്മുടെ നാട്ടിൽ ഇതിനെ ചണ്ടി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. അപ്പോൾ ഈ സംഭവമൊക്കെ നിറഞ്ഞു കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇത്തവണത്തെ കൃഷിയൊരുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള കളമൊരുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോണ്ടോ ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നി ആ ചേട്ടൻ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുമ്പോൾ ബോറടിക്കില്ലേ? എന്നാലും ആ ചേട്ടൻ ആരെങ്കിലുമൊക്കെ കൂട്ട് വേണമായിരുന്നു അല്ലേ? അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആ ചേട്ടനൊരു കൂട്ട് അവിടെ ഉള്ളത് ഞാൻ കണ്ടത്. പിന്നെ ഞാനപ്പോൾ എൻ്റെ കാര്യത്തിലേക്ക് കടന്നു. ആ ചേട്ടനൊരു കൂട്ടായില്ലോ, ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പം നമുക്കിന്ന് കടയിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അന്നൊരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു. പക്ഷേ എന്ത് പ്രത്യേകതയെന്ന് ഞാൻ പറയണില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ള കടകളിലൊന്നും നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല എന്ന് നല്ല ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വണ്ടി പോകണ വഴിക്ക് അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള യാത്രകളിൽ മിക്കവാറും ഞാൻ ബാക്കിൽ ഇരുന്നിട്ട് എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരിക്കും. നമുക്കെന്നാ ഒരു കടൽ കാണാൻ പോയാലോ, നമുക്കല്ലെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. രണ്ടാളെ എഗ്രി ചെയ്യും. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഇതൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാലും വെറുതെ ഒന്ന് എല്ലായിടത്തും ഒന്ന് എത്തി നോക്കിയിട്ട് വരിക എന്നുള്ളത് നമ്മുടെ ഒരു പോളിസി ആയിട്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കുറച്ച് മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു 25 കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോളൂട്ടാ, ആ ദമ്പതികൾ നമ്മളാ. സംഭവം പോണ വഴിയിൽ എവിടുന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. പക്ഷേ എവിടുന്നും കിട്ടണില്ല എന്ന് കണ്ടപ്പോൾ പ്ലാൻ ബി ഇറക്കി നമ്മൾ. അങ്ങനെ പ്ലാൻ ബിയെ പറ്റി വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് 2 പേർക്കും വിശപ്പിൻ്റെ ഫീൽ നന്നായി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ഒന്നും നോക്കിയില്ല, ആദ്യം കണ്ട കടയിൽ തന്നെ അങ്ങോട്ട് കയറി. കട കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കയറുന്ന കാര്യത്തിലൊരു ആലോചനയ്ക്കും തർക്കത്തിന് ഇടയുണ്ടായില്ല. പിന്നെ ചായ കിട്ടുമെന്നുള്ളൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചായയും കിട്ടി, സ്നാക്സും കിട്ടി. 2 പേരും ഹാപ്പി ആവുകയും ചെയ്തു. ചായയും സ്നാക്സും മാത്രമല്ല കേട്ടോ, നല്ലൊരു ഈവനിങ് ആംബിയൻസും ഈ കടയിൽ കയറിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 പേരും പിന്നെ ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നുകൊണ്ട് ആംബിയൻസ് നല്ലപോലെ അങ്ങോട്ട് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ പ്ലാൻ ബിയും ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.